ആരാണ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ്? പലർക്കും ഉള്ളൊരു സംശയമാണിത്. ഡെവലപ്മെന്റ് നീഡ് ഉള്ള കുട്ടികൾ ആദ്യത്തെ 3 വയസ്സിൽ ഫോളോ അപ്പ് ചെയ്യുന്ന തെറാപ്പിസ്റ്റാണ് ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റ്. നമ്മുടെ കൂടെ ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് നമുക്ക് ചോദിക്കാം അവരോട് എന്തൊക്കെയാണ് നിങ്ങൾ സാധാരണ ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് എന്നുള്ള നിലക്ക് ചെയ്യുന്നത്. ആദ്യം ഒരു കുട്ടി വരുമ്പോൾ ഡെവലപ്മെന്റ് സ്ക്രീനിങ് ആണ് ചെയ്യുന്നത്. അതിനുശേഷം കുട്ടിയുടെ ഏത് ഏരിയസിലാണോ പ്രശ്നമുള്ളത്, ഇപ്പം മോട്ടോർ ഏരിയസിലാണോ, ലാംഗ്വേജ് ആണോ, അഡാപ്റ്റീവ് സ്കിൽസിലാണോ, കൊഗ്നിറ്റീവ് ഏരിയസിലാണോ പ്രശ്നമുള്ളത്, അതോ ഫീഡിംഗ് ആണോ, സ്ലീപ്പ് ഇഷ്യൂസ് ആണോ ഉള്ളത്, ഏതാണ് പ്രോബ്ലം ഉള്ളതെന്ന് അഡ്രസ്സ് ചെയ്ത ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് മെയിനായിട്ട്. സോ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് സ്ക്രീനിങ് ചെയ്ത് പ്രോബ്ലംസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റൽ സ്റ്റിമുലേഷൻ ആക്ടിവിറ്റീസ് ആണ് കൊടുക്കുന്നുണ്ടാവുക. കൂടെ ഡെവലപ്മെന്റ് അസസ്മെന്റ്സും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഡെവലപ്മെന്റ് സ്ക്രീനിങ് ഫെയിലായി കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസത്തിലും അതുപോലെ 1 ഇയറിലും പിന്നെ ഇയർലി വൺസും ഡെവലപ്മെന്റൽ അസസ്മെന്റും 3 ഇയേഴ്സ് വരെ ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ചെയ്യുന്നതാണ്. സോ എന്തൊക്കെ ഡെവലപ്മെന്റൽ സ്ക്രീനിങ് ടൂൾസും ഡെവലപ്മെന്റൽ അസസ്മെന്റ് ടൂൾസും ആണ് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത്? മെയിനായിട്ടും ഡെവലപ്മെന്റ് സ്ക്രീനിങ്ങിന് വേണ്ടി DDST ആണ് യൂസ് ചെയ്യുന്നത്. അത് 0 to 5 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്കാണ് DDST യൂസ് ചെയ്യുന്നത്. ഇവിടെ കൺഫർമേറ്ററി ആയിട്ട് മുള്ളൻ ആണ് യൂസ് ചെയ്യുന്നത്. മുള്ളൻ സ്കെയിൽ ഫോർ ഏർലി ലേണിംഗ്, അതുപോലെ ബെയ്ലി സ്കെയിലും ഉപയോഗിക്കുന്ന ഒത്തിരി കണ്ടിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മുള്ളൻ സ്കെയിൽ ഫോർ ഏർലി ലേണിംഗ് ആണ്.